ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാനഡയിൽ വന്നിട്ടുള്ള അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ട് നടക്കാൻ പോകുന്നതാണിത്. വൈകിട്ടൊരു 7 മണിയോടുകൂടിയാണ്, വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രാത്രി ആവണത് ഇപ്പോൾ ഈ സീസണിൽ, ഇപ്പോൾ സമ്മർ സീസണാണ്. അപ്പോൾ രാത്രി ആവണത് രാത്രി 10 മണിക്കാണ് ഇവിടെ ഇരുട്ട് വരുള്ളൂ. 9:30-10 മണിയാകുമ്പോഴാണ് ഇവിടെ ഇരുട്ടാവണത്. അപ്പോൾ ഈ സമയത്തൊക്കെ, ഇപ്പോൾ ഈ കാണുന്ന സമയമൊക്കെ 7:30 സമയം വൈകിട്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾക്ക് നല്ല വെയിലും ഒക്കെ ഉള്ള കാലാവസ്ഥയാണ്. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് 10 മണിയാകുമ്പോഴാണ് രാത്രി ആവണത്. അപ്പോൾ നമ്മൾ ഉറങ്ങണ സമയമാകുമ്പോഴാണ് ശരിക്കും ഇരുട്ട് പരക്കുള്ളൂ. അത്രയും നേരവും നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ പകൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ രാവിലെ സാധാരണ 6 മണിക്ക് നേരം വെളുക്കണ പോലെ തന്നെ നേരം വെളുക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് 7:30-7:30ക്കാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെയൊക്കെ സൈഡിൽ ഫുട്പാത്തുകളുണ്ട്. ആ ഫുട്പാത്തിൽ കൂടിയാണ് നമുക്ക് നടക്കാനുള്ള സ്ഥലമുള്ളത്. റോട്ടിൽ കൂടി ഒന്നും ഇറങ്ങി നടക്കണ്ട, നല്ല സൗകര്യമായിട്ട് നമുക്ക് ഈ ഫുട്പാത്തിൽ കൂടി നടക്കാൻ സാധിക്കും. പിന്നെ ഒട്ടും തിരക്കും തിക്കും ഒന്നും ഇല്ലാത്ത റോഡുകളും ഫുട്പാത്തൊക്കെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നടക്കുകയും ചെയ്യാം. രാവിലെയോ രാത്രിയോ വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും നടക്കാനൊക്കെ ഇറങ്ങാം. പിന്നെ റോഡുകളായാലും ഒട്ടും തിരക്കൊന്നുമില്ല, നല്ല വീതി കൂടിയ നല്ല റോഡുകളാണ്. ആൾക്കാരൊന്നും നടക്കുക, സൈക്കിളിന് പോകുകയൊന്നും ചെയ്യണില്ല. ഇപ്പം ഇവിടെ പൊതുവേ ജനസംഖ്യ കുറവായതുകൊണ്ടാണ് അങ്ങനെ ജനത്തിരക്ക് കുറവായിരിക്കണത്. നമ്മുടെ നാട്ടിലുള്ള പോലെ ജനസംഖ്യ കുറവാണല്ലോ. പിന്നെ അധികവും സിഖുകാരും ഇന്ത്യക്കാരും ഒക്കെയാണ് അധികം കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് 2ാമത്തെ ദിവസമാണിത്. അപ്പോൾ നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഇങ്ങനത്തെ വീടുകളുടെ താഴത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരേപോലത്തെ വീടുകളാണ് പണിതേക്കണത്. ചില ഏരിയയിൽ ഒരേപോലത്തെ പല വീടുകളും, വേറൊരു ഏരിയയിൽ വരുമ്പോൾ വേറൊരു ടൈപ്പിലെ വീടുകളോ അങ്ങനത്തെയൊക്കെയുള്ള വീടുകളാണ്. ഇവിടെ സിമെൻറ്റും കല്ലൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇവർ വീട് പണിയണത്. മരം കൊണ്ട് തന്നെ പണിതിട്ട് അതിൻ്റെ മീതെ പ്ലാസ്റ്റർ ചെയ്യാണ് ചെയ്യണത്. പക്ഷേ നല്ല ഉറപ്പുള്ള 2 നില വീടുകളാണ് എല്ലാവരും ഉള്ളത്. അപ്പം ഇങ്ങനത്തെ പുതിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം നല്ല അടിപൊളി സ്ഥലമാണ്, സൂപ്പർ ക്ലൈമറ്റാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലുമുണ്ട്, വെയിലിന് നല്ല ചൂടുമുണ്ട്. പക്ഷെ നമുക്ക് തണുപ്പ് സീസൺ കാലാവസ്ഥ മൊത്തത്തിൽ ഒരു തണുപ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് നമുക്ക് വെയിൽ കൊള്ളുമ്പോഴൊക്കെ നല്ല സുഖമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂക്കളുകളാണ്. നമ്മൾ മൂന്നാറിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ മരങ്ങളും സൈഡിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കണ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കമ്പുണ്ടെന്ന് കുഴിച്ചിട്ടാലും അതുമ്മ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നിറച്ച് പൂക്കളാകും. പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പൂക്കളാണ്. നമ്മൾ പ്ലാസ്റ്റിക് പൂവാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. പക്ഷേ നല്ല കളർഫുൾ പൂക്കളുകളാണ് ഇവിടെ. അത് സെപ്റ്റംബർ മാസം വരെ ഉള്ളൂ. സെപ്റ്റംബർ ആയിക്കഴിഞ്ഞാൽ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട്, ഞാൻ ഇന്ന് വേറൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇലകളുടെയൊക്കെ കളറൊക്കെ മാറി പൂക്കളുണ്ടാവില്ല. എല്ലാ മരങ്ങളിലെയും ഇലകളുടെ കളർ മാറി ഓറഞ്ചും നീലയും വെള്ളയും ഒക്കെ ഉള്ള നിറങ്ങളാകും. പലതരത്തിലുള്ള ഇത്തരം മരങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റണത്. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നമ്മൾക്കിതൊക്കെ നമ്മൾ വീഡിയോയിലൂടെയും ഒക്കെയാണ് കണ്ടേക്കണത്. അപ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോഴാണ്, കാറിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് അത്രയും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പം നടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് സാവധാനം നടന്ന് ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റണത്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. പിന്നെ പ്രത്യേകതയുള്ളത്, നമ്മൾ എന്തോരം വെയിൽ കൊണ്ടാലും ചൂട് കൂടിയെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ വിയർക്കുകയോ അങ്ങനെയുള്ള ഒരു ഇതും വരില്ല. പിന്നെ പൊടിയൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ കുറവാണ്. അലർജിക്ക്, ചുമ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇവിടെ കാണാനേ ഇല്ല. അലർജി അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. ഇവിടെ പൊടി ഒട്ടുമില്ല. പിന്നെ എപ്പോഴും നല്ല ക്ലീനിങ് ഒക്കെ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. ഇപ്പോൾ ചെടികൾ ഉണ്ടാവും ഓരോ വീടുകളുടെ ഫ്രണ്ടിലും. ഇങ്ങനെ ചെടികൾ നട്ടുവളർത്ത പല കളറിലുള്ള ചെടികളും ഇലകളും പൂക്കളുകളാണ് ഇവിടെ. ഈ മരങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ
പ്ലാസ്റ്റിക് മരങ്ങളുടെ പോലെയാണ് തോന്നണം, പക്ഷേ ഇതൊക്കെ നല്ല ഒറിജിനൽ ചെടികളാണ്. പൂവുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ കണ്ട് തന്നെ ഇതൊക്കെ അറിയണം. അതുപോലെയുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കണമായിരുന്നു ഇതൊക്കെ പിടിക്കാൻ പറ്റണത്. നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ സ്പീഡിൽ പോയി പോകും. അപ്പം ഞാനിന്ന് നടക്കാനിറങ്ങിയപ്പോൾ മൊബൈലെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചെറിയ താഴെ നിൽക്കുന്ന ചെടികളുടെ ഇതൊക്കെ റോസാണ്. കാട് പോലെയാണ് റോസിൽ പൂക്കളുകളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ വെറൈറ്റി ഇലകളുള്ള ചെടികളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ദേശത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചെടികളും പൂക്കളൊക്കെ മാറിയിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ തണുത്ത കാലാവസ്ഥയായ കാരണമാണ് ഇങ്ങനത്തെ പൂക്കളുകളും പലതരത്തിലുള്ള പൂക്കളും ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടുത്തെ റോഡ് നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണ്. ഇപ്പം നമ്മൾ സീബ്ര ലൈനിൻ്റെ അടുത്ത് എത്തണേക്ക് മുമ്പായിട്ട് തന്നെ കാറുകൾ വരികയാണെങ്കിൽ അവർ അവിടെ നിർത്തിയിടും. നമ്മൾ സീബ്ര ലൈൻ കടന്നതിന് ശേഷമാണ് അവർ കാർ എടുക്കുള്ളൂ. കാർ കുറച്ച് ദൂരെ തന്നെ അവർ നിർത്തിയിട്ടുണ്ടാവും. നമ്മൾ അകലേന്ന് വന്നാണ്ടാൽ തന്നെ കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓരോ റോട്ടിലും സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 100, 120 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബോർഡുകളുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ പാടില്ല. എല്ലാവരും അതൊക്കെ കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങൾ കുറവാണ്. പിന്നെ ബ്ലോക്കില്ല. പിന്നെ ഓരോ സൈനും ഓരോ സ്ഥലത്തെയും റോഡുകളുടെ ഇരുവശവും ഓരോ സൈനുകൾ വെച്ചിട്ടുണ്ട്. തിരിയണ സൈനും പിന്നെ മുമ്പോട്ട് പോകണതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യണത്. പിന്നെ റോഡൊക്കെ നല്ല വിശാലമായിട്ട് കിടക്കണ കാരണം തന്നെ ഡ്രൈവിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ റോട്ടിലൊന്നും ആൾക്കാരൊന്നുമില്ല. റോഡിൽ കുണ്ടും കുഴിയൊന്നും റോട്ടിലില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രത്യേകതകളുള്ളൊരു നാടായിട്ടാണ് എനിക്ക് തോന്നിയത് കാനഡ. അപ്പോൾ നമ്മൾ 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ പോയാലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നൂല. കാറിലിരുന്നാലും ഡ്രൈവ് ചെയ്യുന്നവർക്കായാലും സിമ്പിളായിട്ട് പോയി വരാം. കാർ യാത്രയൊക്കെ നല്ല സുഖപ്രദമാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ നടന്നതിന് ശേഷം പിന്നെ കാറിൽ ഞങ്ങൾ വാൾമാർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, സൂപ്പർ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ലുലു മാളൊക്കെ പോലെ തന്നെയുള്ള ഒരു സ്റ്റോറാണിത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കാറിന് കയറി പോണതാണ്. അപ്പോൾ അവിടെ ആയാലും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. വാൾമാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോഴും കാറിൽ പോകുമ്പോഴൊക്കെ ഉള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കണത്. പിന്നെ അടുത്ത ഏരിയ വന്നപ്പോഴാണ് ഇങ്ങനത്തെ മരങ്ങളുള്ള ഏരിയയാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഈ മരങ്ങളുടെയാണ് ഇലകളൊക്കെ കളർ മാറി പല കളറിലാവുമെന്ന് പറഞ്ഞേക്കണത്. അവിടെയൊക്കെ ചെറിയ ഓരോ ബാങ്കുകൾ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, പിന്നെ പമ്പുകൾ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ആയാലും നമ്മൾക്ക് നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളതാണ് വീടുകളൊക്കെ. പിന്നെ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, മൊബൈൽ എടുത്തിട്ടുണ്ടായില്ല. പള്ളി നല്ല ഭംഗിയുള്ള പള്ളിയാണ്, ഇംഗ്ലീഷ് കുർബാനയാണ്. പിന്നെ അവിടെ ആയാലും പള്ളിയിൽ ആരും തലയിൽ പുതച്ചൊന്നുമല്ല നിൽക്കണത്. എല്ലാവരും അവരവരുടെ വസ്ത്രത്തിൽ തന്നെയാണ് നിൽക്കണത്. പക്ഷെ നല്ല ഭക്തിയോടുകൂടിയുള്ള കുർബാനയും ആൾക്കാരെല്ലാവരും കാനഡിയൻസും ഇംഗ്ലീഷുകാരും പിന്നെ ബാക്കി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഭക്തിയോടുകൂടിയാണ് കുർബാനയൊക്കെ കാണുന്നത്.
അപ്പം നമ്മുടെ ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ കാൽഭാഗം ജനങ്ങൾ ഉള്ളു ഇവിടെ താമസിക്കാൻ. അതുകൊണ്ട് പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നാണ് ഇവിടെ താമസിക്കണം. പക്ഷേ അതിനുള്ള ആൾക്കാരും ജനത്തിരക്കോ ഒന്നും തിരക്കുകളോ തിക്കും തിരക്കോ ഒന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. നല്ല പ്യുവറായിട്ടുള്ള കാലാവസ്ഥയുമാണ്. പിന്നെ ഇനി മഞ്ഞിൻ്റെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ, വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ് തുടങ്ങും. ഒരു നവംബർ ഡിസംബറോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിക്ക് മുമ്പാണ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഈ ഇല പൊടിയണേയും മരങ്ങളുടെ കളർ മാറണേയും കാലം. അതൊക്കെ അതിമനോഹരമാണെന്നാണ് പറയുന്നത് കേട്ടേക്കണത്. അപ്പം നമുക്കതൊക്കെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നവംബർ ഡിസംബർ ആകുമ്പോൾ നല്ല മഞ്ഞിൻ്റെ സീസണാണ്. അപ്പോൾ അപ്പോഴത്തേനും ആൾക്കാരൊന്നും പുറത്തിറങ്ങാതെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഉണ്ടാവും. അപ്പോൾ ഹീറ്റർ ഓൺ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കണത്. പിന്നെ അധികം പുറത്തേക്ക് പോകില്ല, അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങുള്ളൂ. അത്രയും നാളെല്ലാവരും ഇങ്ങനെ ഓരോ വീക്കെൻഡിലൊക്കെ ആയാലും ഓരോ സ്ഥലങ്ങളിൽ പോയി ചിലവഴിക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഇങ്ങനെ ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വീക്കെൻഡിൽ എല്ലാ വീടുകളിൽ നിന്നും എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ ടൂർ പോയി 2 ദിവസം ശനി ഞായറും കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ അതവർക്ക് സന്തോഷിക്കേണ്ട സമയത്ത് അവർ ജോലി ചെയ്യണ്ടെങ്കിലും ആ ജോലി ചെയ്യണതിൽ നിന്ന് ഒരു വിഹിതം ഇവർ അവരുടെ സന്തോഷ നിമിഷങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി ചെയ്യണത്. മക്കളൊക്കെ ആയിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ടൂർ പോയി ട്രിപ്പൊക്കെ പോകും ഓരോ സ്ഥലങ്ങളിലേക്ക്.